നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു കാര്യം തന്നെയാണ് പുതിയ പുതിയ സംഘടനകൾ രൂപം പ്രാപിക്കുന്ന സമയത്ത് എന്തിനാണ് ഇനിയൊരു രാഷ്ട്രീയ സംഘടന, അതല്ലെങ്കിൽ എന്തിനാണൊരു ഹിന്ദു സംഘടന എന്നുള്ള ചോദ്യമൊക്കെ. അത്തരത്തിൽ തന്നെയാണ് ഞാൻ അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്ന ആ സംഘടനയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ പല സമയത്തും എന്നെ അറിയുന്ന, നേരിട്ട് അറിയുന്ന എൻ്റെ അടുത്ത സുഹൃത്തുക്കളായാലും നമ്മുടെ വീഡിയോയ്ക്ക് താഴെയൊക്കെ ആയിട്ട് വരുന്ന കമൻറ്റുകൾ തന്നെയാണ്, എന്തിനാണ് ഇനിയും ഒരു ഹിന്ദു സംഘടന? ഇവിടെ നിലവിൽ തന്നെ നമ്മൾക്കറിയാം RSS എന്ന് പറയുന്ന നമ്മുടെ എല്ലാം മാതൃസംഘടന, അതിന് താഴെയുള്ള പരിവാർ സംഘടനകളൊക്കെ ഇല്ലേ, അതുപോലെ ഇനിയും എന്തിനാണ് AHP എന്ന് പറയുന്ന പുതിയൊരു സംഘടന എന്ന് ചോദിക്കുന്നുണ്ട്. നോക്കൂ, ഇവിടെയാണ് എനിക്ക് പറയാനുള്ളത്, വെള്ളം ചേർക്കാത്ത തീവ്ര ഹിന്ദുത്വമുള്ള, ഹിന്ദുത്വത്തിന് വേണ്ടി മാത്രം വാദിക്കുന്ന, ഹിന്ദുക്കളുടെ വിഷയത്തിൽ മാത്രം ഇടപെടുന്ന, ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രമുള്ള ഏത് സംഘടനയുണ്ട് എന്ന് നിങ്ങളടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് സംഘടനയെയാണ് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരിക? ഒന്നുമില്ലെന്നേ. അവിടെയാണ് അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്ന AHP എന്ന് പറയുന്ന ആ സംഘടനയുടെ പ്രാധാന്യം. ചെറിയ രണ്ട് ഉദാഹരണങ്ങൾ മാത്രം ഞാൻ പറയാം. നമ്മൾക്കറിയാം, 2018 ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധി വന്ന സമയത്ത് എന്തായിരുന്നു ആ വിധി? ശബരിമലയിൽ യുവതികൾക്ക് പ്രവേശിക്കാമെന്ന് പറയുന്ന ചരിത്രപ്രധാനമായ യുവതി എന്നൊക്കെ RSSും അതല്ലെങ്കിൽ RSS പരിവാർ സംഘടനകളും, എന്തിനേറെ BJP അടക്കമുള്ള രാഷ്ട്രീയ സംഘടനകളടക്കം ആ വിധിയെ സ്വാഗതം ചെയ്ത സമയത്ത് അതിനെതിരെ ശബ്ദിച്ച ഒരേ ഒരു സംഘടനയെ ഉണ്ടായിട്ടുള്ളൂ. ആ സംഘടനയുടെ പേരാണ് അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത്, AHP എന്ന് പറയുന്ന, വെറും 2018 ജൂൺ 24 മാത്രം രൂപീകൃതമായിട്ടുള്ള പ്രവീൺ ഭായ് തൊഗാഡിയാജി രൂപീകരിച്ച ആ സംഘടന. ആ സംഘടനയിലെ ആകെ അന്നുണ്ടായിരുന്നത് 200-ൽ താഴെയുള്ള അംഗങ്ങൾ മാത്രമായിരുന്നു. പക്ഷേ അന്ന് പ്രവീൺ ഭായ് തൊഗാഡിയാജി പറഞ്ഞു, ഇത് ഒരിക്കലും ഹിന്ദു സമൂഹമേ നിങ്ങൾ വിട്ടുകൊടുക്കരുത്. ഈ ശബരിമല ക്ഷേത്രത്തിലേക്ക് യുവതികളെ പ്രവേശിപ്പിക്കാമെന്ന സുപ്രീം കോടതി വിധി ഒരിക്കലും അംഗീകരിക്കരുത്. അതിനെതിരെ ജീവൻ പോയാലും വേണ്ടില്ല, പോരാടണമെന്നും പറഞ്ഞുകൊണ്ട് 10-20 പേരടങ്ങുന്ന സംഘങ്ങൾ മാത്രമുണ്ടായിരുന്ന ആ സംഘങ്ങൾ തിരുവനന്തപുരം ജില്ലയുടെ ഒട്ടേറെ സ്ഥലങ്ങളിൽ അവരവരിൽ കഴിയുന്ന രീതിയിൽ തന്നെ പ്രതിഷേധവുമായി രംഗത്ത് വന്ന സമയത്തും അന്നും നമ്മുടെ വല്യേട്ടൻ സംഘടനകളൊന്നും അനങ്ങിയിരുന്നില്ല. അവരൊക്കെ ചരിത്രവിധിയെ സ്വാഗതം ചെയ്ത് ഇറുകെ പുണർന്ന് ഇസ്ലാമിക ജിഹാദികൾക്കും ഈ നാട്ടിൽ ഓരോ ഹിന്ദുവിനെയും ദ്രോഹിച്ചു കൊണ്ടിരിക്കുന്നവർക്കും കുടപിടിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട. അങ്ങനെ ഈ ചെറു സമരം ആയിരക്കണക്കിന് വരുന്ന അമ്മമാരും ഭക്തജനങ്ങളും ഒന്നടങ്കം ഏറ്റെടുത്ത സമയത്ത് ഇവർക്ക് ചരിത്രവിധി എന്നുള്ള ആ പ്രഖ്യാപനമുണ്ടല്ലോ. ഇന്നും 2018 ഈ വിധി വന്ന ആ നാളുകളിലുള്ള ജന്മഭൂമി പത്രം നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാനാവും. BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അതിനെ സ്വാഗതം ചെയ്തത് ഏതു വിധത്തിലാണെന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കാനാവും. വല്യേട്ടൻ സംഘടനകളൊക്കെ എങ്ങനെയാണ് ഇതിനെ സ്വീകരിച്ചത് എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനാവും. അവിടെയാണ് ശബരിമല സംരക്ഷണ സമിതി എന്ന ആ രൂപത്തിൽ തന്നെ കൃത്യമായിട്ടും അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് സമരമുഖത്തേക്ക് വന്നത്. ആ സമരമുഖം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ഏറ്റെടുത്ത സമയത്ത് വല്യേട്ടന്മാർക്ക് അവരുടെ ചരിത്രപരമായുള്ള വിധി എന്നുള്ള ആ പ്രഖ്യാപനമുണ്ടല്ലോ, അത് തിരുത്തേണ്ടി വന്നു. ആ തിരുത്തിച്ച ആ സംഘടനയുടെ പേരാണ് അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്ന AHP എന്ന് പറയുന്ന, വെറും 2018 രൂപീകൃതമായി ഇന്ന് വെറും 8 വയസ്സ് മാത്രം പ്രായമുള്ള പ്രവീൺ ഭായ് തൊഗാഡിയാജി രൂപീകരിച്ച ആ സംഘടന. ആ സംഘടനയിൽ അന്ന് നോക്കൂ, തലയിലൂടെ പെട്രോൾ ഒഴിച്ചുകൊണ്ട് ആത്മഹത്യക്ക് ശ്രമിച്ച, തൻ്റെ അയ്യന്റെ ആചാരാനുഷ്ഠാനം സംരക്ഷിക്കാൻ വേണ്ടി ആത്മഹത്യക്ക് ശ്രമിച്ച ഡോക്ടർ അമ്പിളി ചേച്ചിയെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ? ഇല്ലെന്നേ. അത്തരത്തിൽ ഒട്ടേറെ ജീവൻ കളയാൻ വേണ്ടി പോലും തയ്യാറായി രംഗത്ത് വന്ന നൂറുകണക്കിന് വിശ്വാസി സമൂഹം ആ സമരം നിർഭയം ഏറ്റെടുത്ത് മുന്നേറിയ സമയത്ത് ഈ ഏട്ടന്മാർക്കൊക്കെ, ഈ ഹിന്ദു സംഘടനകൾക്കൊക്കെ അത് ഏറ്റെടുക്കേണ്ടി വന്നു. അങ്ങനെ ശബരിമല സംരക്ഷണ സമിതി പിന്നീട് മറ്റൊട്ടേറെ പേരുകളിൽ അറിയപ്പെട്ടുകൊണ്ട് ആ സമരം ഏറ്റെടുക്കുന്ന വല്യേട്ടന്മാരെ നമ്മൾ കണ്ടില്ലേ. ഇനി ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ആലുവ മണൽപ്പുറം. ആലുവ മണൽപ്പുറത്തെ ഭഗവാൻ മഹാദേവന്റെ ശിവക്ഷേത്രത്തിന്റെ മുൻപിൽ മിന്നൽ മുരളി എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ ടൊവിനോ തോമസ് ഉണ്ടല്ലോ, ഈ ടൊവിനോ തോമസ് അടക്കമുള്ള സെലക്റ്റീവ് പ്രതികരണ സിനിമാ തൊഴിലാളികളുടെ അവന്റെ ആ സിനിമയുടെ ഒരു സെറ്റ് ഇട്ടിരുന്നു. എന്തായിരുന്നു ഭഗവാന്റെ തിരുനടയിൽ ഉണ്ടായിരുന്ന ആ സെറ്റ്? ഒന്നുമല്ലെന്നേ, പക്ക ഒരു ക്രൂശിത രൂപത്തോട് കൂടിയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ ചർച്ചായിരുന്നു അവർ നിർമ്മിച്ചത്. എന്നിട്ടോ സിനിമാ ഷൂട്ടിംഗ് കഴിഞ്ഞു, സിനിമ റിലീസുമായി, എന്നിട്ടും ഇവന്മാർ ഈ പറയുന്ന സിനിമ സെറ്റിട്ട ഈ ചർച്ചിന്റെ ആ രൂപത്തെ അവിടുന്ന് റിമൂവ് ചെയ്തില്ല. അത് റിമൂവ് ചെയ്യാതിരുന്നു കൊണ്ട് തന്നെ അതൊരു പെർമനന്റ് പള്ളിയാക്കി ഭഗവാന്റെ തിരുനടയിൽ തന്നെ ഉയർത്താൻ വേണ്ടി പിന്നാമ്പുറത്തൂടെ ചരടുവലികൾ നടന്നു. ആ ചരടുവലികൾക്കനുസരിച്ച് കോടിക്കണക്കിന് രൂപ നക്കാപ്പിച്ച നക്കി ഇവിടുത്തെ ഹിന്ദു സമൂഹത്തെ ഒറ്റിയ പല വല്യേട്ടന്മാരെയും നിങ്ങൾ പച്ചയ്ക്ക് അറിയേണ്ടതുണ്ട്. അവിടെയാണ് AHP എന്ന് പറയുന്ന അന്തർരാഷ്ട്രീയ
അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് തൻ്റെ ഇടത്തോടെ ധൈര്യത്തോടു കൂടി കടന്നു വന്ന് പറഞ്ഞു, ഭഗവാന്റെ തിരുനടയിൽ ഇത്തരത്തിലുള്ളൊരു പള്ളി ഒരിക്കലും അനുവദിക്കില്ല, ഇത് ഇവിടെ നിന്ന് പൊളിച്ചു കളയണമെന്ന് പറഞ്ഞു. അപ്പോൾ സിനിമക്കാരും ഞമ്മന്റെ വെള്ളിയിട്ട് മാക്സിയിട്ട് നടക്കുന്ന കുഞ്ഞാടുകളും സമ്മതിച്ചില്ല. അങ്ങനെ സമ്മതിക്കാത്തൊരവസ്ഥ വന്ന സമയത്ത് ബലമായി നിർഭയം അത് തകിടം മറിച്ച് പൊട്ടിച്ചെറിഞ്ഞു, തകർത്തെറിഞ്ഞു ഹിന്ദു സമൂഹത്തിന്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി. ആ സംഘടനയുടെ പേരാണ് അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത്. HP പ്രവീൺ ഭായ്, ഡോക്ടർ പ്രവീൺ ഭായ് തൊഗാഡിയാജി രൂപീകരിച്ച ആ കുഞ്ഞു സംഘടന. അതുകൊണ്ട് തന്നെ എന്താണ് പുതിയൊരു സംഘടനയുടെ, ഹിന്ദു സംഘടനയുടെ ആവശ്യമെന്ന് ചോദിക്കുന്ന ഓരോരുത്തർക്കും മുൻപിലുള്ള ചെറിയ 2 ഉദാഹരണങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത്തരം 100 കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ വിളമ്പാതെ, സോഷ്യൽ മീഡിയയിലൂടെ തള്ളാതെ, അത്രയും കാര്യപ്രാപ്തിയോടുകൂടി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്ന ആ സംഘടന ഇന്ന് വിജയകരമായി തന്നെ എല്ലാ ജില്ലകളിലും അതാത് ജില്ലകളിലുള്ള താലൂക്കുകളിലേക്കും പടർന്ന് പന്തലിച്ചിരിക്കുന്നു എന്ന വലിയ സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കുമ്പോഴാണ് അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിൽ ചേർന്ന് പ്രവർത്തിക്കാൻ, അതല്ലെങ്കിൽ അതിന്റെ ഉയർന്ന ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് തന്നെ സജീവമായി പ്രവർത്തിക്കാൻ ഞാൻ തീരുമാനിച്ച വലിയ തീരുമാനമുണ്ടല്ലോ, അതിന്റെ പവിത്രത, അതിന്റെ ആ ഒരു ഭഗവത് സാന്നിധ്യം എനിക്കിന്ന് മനസ്സിലാവുന്നത്. നോക്കൂ, ഈ വരുന്ന 16-ാം തീയതി നമ്മൾ അഖണ്ഡ ഭാരത സങ്കല്പ ദിനം എന്ന രീതിയിൽ തന്നെ എല്ലാ വർഷവും ആചരിച്ചു പോരുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാം ഈ വർഷത്തെ തളി മഹാശിവക്ഷേത്രമുണ്ടല്ലോ, അതിന് മുൻപിലുള്ള സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗുരുവായൂരപ്പൻ ഹാളിൽ വെച്ചാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രോഗ്രാമിലേക്ക് എല്ലാ സ്വാഭിമാനി ഹിന്ദുക്കളെയും ക്ഷണിക്കുക തന്നെയാണ്. ഈ ക്ഷണിക്കുന്നതോടൊപ്പം നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള സാമീപ്യത്തോടൊപ്പം തന്നെ ഈ സംഘടനയ്ക്ക് ഈ പ്രോഗ്രാം നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള സംഭാവന, അത് സാമ്പത്തികമായിട്ട് വലിയ രീതിയിൽ തന്നെ ആവശ്യമുണ്ട്. ഈ പരിപാടി വിജയിക്കേണ്ടത് മലബാറിന്റെ ഹൃദയഭാഗത്ത് തന്നെ. എന്താ മലബാർ എന്ന് എടുത്തു പറയാൻ കാരണം, ഇസ്ലാമിക ജിഹാദികൾ പൂണ്ടുവിളയാടിയ 1921 ശേഷം ഇങ്ങോട്ടായാലും അതിന് മുൻപായാലും പ്രാധാന്യമേറെയുണ്ട് മലബാറിന്റെ തിരുഹൃദയമായിട്ടുള്ള കോഴിക്കോട് എന്ന് പറയുന്ന സ്ഥലത്തിന്. അവിടെ തന്നെയാണ് ജിഹാദികളുടെ നെഞ്ചിൻകൂടിൽ തന്നെയാണ് ഇത്തരത്തിൽ വലിയൊരു ഹിന്ദു മഹാസമ്മേളനം, ഹിന്ദു മഹാസംഗമം വെച്ചിരിക്കുന്നത്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സാമീപ്യം ആവശ്യമാണ്, സംഭാവന ആവശ്യമാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള സംഭാവന അയക്കേണ്ട വിവരങ്ങളൊക്കെ ഇതിൽ ഒരുപാട് സ്ഥലങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. മാക്സിമം ആളുകൾ സഹകരിക്കുക, സഹായിക്കുക. ഇത്തരത്തിൽ നട്ടെല്ലുള്ള അതേടാ ഞാൻ ഹിന്ദുവാടാ, ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രമാടാ, ഹിന്ദുത്വത്തിന് വേണ്ടി മാത്രമാടാ ഞങ്ങളെന്ന് ധൈര്യത്തോടുകൂടി പ്രഖ്യാപിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ നട്ടെല്ലുള്ള ഒറ്റ തന്തയ്ക്ക് പറഞ്ഞ സ്വാഭിമാനി ഹിന്ദുക്കളെ ക്ഷണിക്കുക തന്നെയാണ്. നോക്കൂ, ഏതെങ്കിലും ഹിന്ദുവിൻ്റെ വീട്ടിലെ അടുപ്പ് പുകയുന്നുണ്ടോ എന്ന് ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഹിന്ദു സംഘടന അന്വേഷിച്ച് ഓരോ ഹിന്ദുവിൻ്റെയും വീട്ടിലേക്ക് പോയതായിട്ടുള്ള ചരിത്രം നിങ്ങൾക്കറിയാമോ? ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. കാരണം എന്തെന്നറിയാമോ? ഇവന്മാർക്ക് ഹിന്ദുവിൻ്റെ കാര്യം അന്വേഷിക്കാനൊന്നും സമയമില്ല. ഇവന്മാർക്ക് പുട്ടിന് പീരയിടുന്ന പോലെ മതേതരത്വം എങ്ങനെ ഹിന്ദുവിൻ്റെ അണ്ണാക്കിലേക്ക് കുത്തി നിറച്ച് വടിയെടുത്ത് കുത്തി നിറച്ച് ഹിന്ദുവിനെ വെറും ഷണ്ഠനാക്കി മാറ്റുന്ന പരിപാടി മാത്രമാണ് ഇന്നേ വരെ ഈ നാട്ടിൽ ചെയ്തിട്ടുള്ളതെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് അത്ഭുതപ്പെടുന്നത്, നിങ്ങൾ എന്തിനാണ് ദേഷ്യപ്പെടുന്നത് എന്ന് പച്ചയ്ക്ക് ചോദിക്കാതിരിക്കാനാവില്ല. അവിടെയാണ് അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് ഓരോ ഹിന്ദുവിൻ്റെ വീട്ടിലേക്കും കടന്നു ചെന്നുകൊണ്ട് അവൻ്റെ അടിസ്ഥാന പ്രശ്നം അവൻ്റെ കുടുംബ പ്രാരാബ്ധം തന്നെയാണ്, സാമ്പത്തിക വിഷയങ്ങൾ തന്നെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഓരോ ഹിന്ദുവിനെയും സംഘടിപ്പിച്ചുകൊണ്ട് അവൻ്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തിക്കൊണ്ട് അവനെ സംഘടിപ്പിക്കുന്ന പ്രവർത്തനങ്ങളുമായി അതിശക്തമായി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ വലിയേട്ടന്മാർക്കൊക്കെ ഇന്ന് വല്ലാതെ ഹാലിളകിയിട്ടുണ്ട്. അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് എല്ലാ ജില്ലകളിലും എല്ലാ താലൂക്കുകളിലും എത്തിയിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഇവന്മാരുടെയൊക്കെ ആ സൂക്കേട് ഇളകി. ആ സൂക്കേടിന് മറ്റും കാരണമൊന്നുമല്ല, ഇവൻ്റെയൊക്കെ AC-ലിരുന്ന് സുഖിച്ചുകൊണ്ടുള്ള വലിയ സംഘടനാ പ്രവർത്തനമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിശേഷം തകർന്നു വീഴുന്നു ചീട്ടുകൊട്ടാരം പോലെ. ഹിന്ദുക്കൾ മനസ്സിലാക്കി വരുന്നു, ഞങ്ങളുടെ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട്, ഞങ്ങളുടെ വീടുകളിൽ കടന്നു വന്നുകൊണ്ട്, ഞങ്ങളുടെ വീടുകളിൽ ഇന്ന് അന്നമുണ്ടാക്കിയോ അടുപ്പ് പുകഞ്ഞോ എന്ന് പോലും ശ്രദ്ധിച്ചുകൊണ്ട് ഞങ്ങളുടെ വിഷയങ്ങൾ പരിഹരിച്ചു തരുന്ന അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിനൊപ്പമാണ് ഇനിയുള്ള നാളുകളിൽ ഞങ്ങളെന്ന് പച്ചയ്ക്ക് ജനങ്ങളും പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരുമ്പോൾ ഇവിടുത്തെ വലിയേട്ടന്മാർക്ക് എങ്ങനെയാണ് സൂക്കേട് മൂക്കാതിരിക്കുക എന്ന് വലിയ ചോദ്യം തന്നെയാണ്. അത് ഓരോ മാന്യ പ്രേക്ഷകർക്ക് മുൻപിലേക്കും ഓരോ സ്വാഭിമാനി ഹിന്ദുവിന്റെ മുന്നിലേക്കും ഇടുക തന്നെയാണ്. ഇവിടെ ഹിന്ദുവിന്റെ അടിസ്ഥാന പ്രശ്നം തീർക്കൽ വടികറക്കാനും കത്തി വീശാനും തോക്കുപയോഗിക്കാനും പഠിപ്പിച്ചത് കൊണ്ടല്ല, അവന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ വേണ്ടി അവനെ സംഘടിപ്പിച്ചുകൊണ്ട് അവനെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അവൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെയും കോൺഗ്രസ്സുകാരുടെയും അടിമയായി പോവില്ല. അവൻ ഇവിടെ സ്വാഭിമാനി ഹിന്ദുവായി തന്നെ നിലനിൽക്കും. ആ നിലനിൽപ്പ് ആർക്കാണ് ഗുണം ചെയ്യുക എന്ന് ചിന്തിക്കുന്നിടത്ത് തന്നെയാണ് നമ്മുടെ എല്ലാം ലക്ഷ്യം ഒന്ന് തന്നെയാണ്. പക്ഷേ ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാതിരിക്കുന്ന ഇവിടുത്തെ വലിയേട്ടന്മാരെ പ്രവർത്തിക്കാൻ പോലും അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്ന ഈ 8 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞു സംഘടനയ്ക്ക് ആയി എന്നുണ്ടെങ്കിൽ അതും ഞങ്ങളുടെ വലിയ വിജയം തന്നെയാണ്. എന്തായാലും ഈ വരുന്ന 16-ാം തീയതി നടക്കുന്ന
അഖണ്ഡ ഭാരത സങ്കല്പ ദിനം അത് വിജയിപ്പിക്കേണ്ടത് ഓരോ സ്വാഭിമാനി ഹിന്ദുവിൻ്റെയും വലിയ ഉത്തരവാദിത്തം തന്നെയാണ്. ഇന്ന് ഹിന്ദു അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നേടാൻ AHP എന്ന് പറയുന്ന അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്ന സംഘടനയ്ക്കാവുമെന്നുള്ള പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ തന്നെയാണ്, ആത്മാർത്ഥതയോടെ തന്നെയാണ് ആ സംഘടനയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നത്, ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നത്. അതിന് നിങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും വേണമെന്ന് വീണ്ടും വീണ്ടും അഭ്യർത്ഥിച്ചു കൊള്ളട്ടെ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.